കരീംക 1 കിലോ എല്ലില്ലാണ്ട്. ആരാ ബിരുന്നേര്? അമ്പികടത്തിയും ഭർത്താവ് വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന്? 3-4 ദിവസമായി. കരീമേ, കുറിച്ചു വെച്ചോ, ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായ് കൊണ്ട് തിന്നണ ഹമുക്കാണ്. കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം. അതെന്നെ മഹാഭാഗ്യം. ആ എടത്തി, ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കുകയും കക്കുസക്കരിത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട, എന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവറ്റങ്ങളുടെ അച്ഛനായിട്ടില്ല പതിവ്. പുസ്തകം കണ്ടാൽ അയ്യേ ഏതാണ്ട് വൃത്തിയായിട്ട സാധനം കാണുന്ന പോലെയാ. മനസ്സിലായി. അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം. ഏട്ടാ, ഞങ്ങള് വന്നിട്ട് ആഴ്ച 1 കഴിഞ്ഞു. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണ്ടേ? 3 ഏക്കർ ഭൂമിയും 24 പറക്കും നിലവിലെ ആകെയുള്ള മുതല്. അതിൽ നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. വിറ്റാൽ ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് വിട്ടുകളയോ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലേ ദേവാകര? നിന്റെ ഭാരം എന്താന്നാ കരുതിയ നീ? ഇത്രയും വലിയ കുടുംബം നോക്കണം. കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ്, നീ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും, ഇവൾക്കുള്ള തുണികള്, എന്തിന് തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണവരെ കൊണ്ടുപോകണല്ലോ ഇവിടുന്ന്. ഇതൊക്കെ ഈവളൻ ഉണ്ടാക്കണ ഈ കാണുന്ന മണ്ണെന്നാ. അത് ഭാവിച്ച് തരണമെന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി. പക്ഷെ അതോടെ തീർന്നു. പിന്നെ ഒരു കാന്താരി മുളക് ഇവിടുന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇവളോട് ഞാൻ പറയാറുള്ളതാ, ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് 1000-2000 വേണമെങ്കിൽ ഏട്ടൻ തരാതിരിക്കൂ. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെ ഗതി. അതൊക്കെ അങ്ങനെ നടക്കും. ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. ഞാൻ 1000 ഉറുപ്പ്യ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് പറഞ്ഞു. താന വരുങ്കോ തക്കരെ നിൽക്കുന്ന കണ്ണശി പശുവിന്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി മുട്ടി മൽത്തിക്കട. എന്തേടി? ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആലോചിച്ച് ചെയ്യേണ്ട കാര്യ. കാര്യം എന്താന്ന് പറ. കുറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ടേ. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവർ സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. കത്തവിടെ? പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്. ഡാർലിംഗ്, അന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം, അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട, അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാറും കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്. ബഹളം ഉണ്ടാക്കരുത്, ആലോചിച്ച് കൈകാര്യം ചെയ്യണം. കൊല്ലം ഞാനൊരു കുടുംബം മുടിക്കൂടി. ഇതിനാണോട് നിന്നെ കൊണനാച്ചത്?
ഇതിനാണോ നിന്റെ കുട കഷ്ടപ്പെട്ട് വളർത്തണം ഇതിനാണോ എന്താ തലയ്ക്ക് പ്രാന്താ മാറിയേ ഏട്ടാ എന്താ ഇത് ഇങ്ങനെ തല്ല മാത്രം എന്ത് തെറ്റാ വിളി ചെയ്തേ അവളോട് ചോദിച്ചു നോക്കണം എന്താടി ഒന്നും അറിയില്ല പച്ചപ്പാവം ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല ചോര നിരക്കി ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് ഇവിടെ കോളേജിൽ പോണോ പഠിക്കാൻ വേണ്ടിയല്ല കണ്ട ആമ്പിളരോട് ചുറ്റാനാ നീ എന്തായി പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല ഇത്രയും മനസ്സിലാക്കിയാ മതി മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്കുക ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും നീ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ മതി അച്ഛനും മോളും വർത്താനം പറഞ്ഞത് വന്ന് കിടക്ക് മോള് പോയി കിടന്നോ ഉണ്ണിമൻ ഉറങ്ങിയോ ഇല്ല ഉണ്ണിമൻ അച്ഛൻ്റെ അടുത്ത് വരണോടാ വേണ്ട. കുട്ടി വല്ലാണ്ട് പേടിച്ചു ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ എല്ലാരും ഊണ് കഴിച്ച് കിടന്നു നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ നീ കഴിച്ചോ എനിക്ക് വിശപ്പില്ല സുധയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഹേയ് തെറ്റവൾക്ക് മനസ്സിലായി എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ വളർന്ന് വലിയ പെണ്ണായതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴും കുട്ടിയാന്നാ എന്റെ വിചാരം മഴ ഇന്നലെ നല്ലോണം പെയ്തിരിക്കണ്. കാട് വെട്ടാണ്ടായപ്പോ മഴയും മഞ്ഞും ഒക്കെ കാര്യത്തിനാ പോന്ന് തോർന്നെങ്കിലും വൈകുന്നേരം ഇനിയും പെയ്യും പെയ്യട്ടെ പെയ്യട്ടെ നല്ലോണം പെയ്യട്ടെ. ഏട്ടാ 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 എന്റെ റിസൾട്ട് വന്നു ഏട്ടാ ഞാൻ ജയിച്ചു ഏട്ടൻ പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ചെയ്തേക്കാ വിജയൻ പരീക്ഷ ജയിച്ചു അൽഹംദുലില്ലാഹ്. ഏട്ടാ അച്ഛന്റെ വലിയ ആശയം അത് നടന്നു അച്ഛൻ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ അതെ ഞാനായാലും നീയാലും ഒന്നു തന്നെയല്ലേ ഇപ്പോ എന്നൊക്കെ കോടതി പോണ്ടേ LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല ഇനി സർട്ടിഫിക്കറ്റ് വരണം ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഭഗവാനെ രക്ഷിച്ചു മത്തായിച്ചോ മത്തായിച്ചോ ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് അത് ഞെക്കിയാ മതിയല്ലോ മറന്നു ഇതെവിടെ ആ ഇരിക്കി താനായിരുന്നു ഞാനൊന്ന് കിടക്കുകയായിരുന്നു ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം എന്താ വിശേഷിച്ച് എനിക്ക് ഇത്തിരി കാശ് വേണം കാശൊന്നും ഇരിപ്പില്ലല്ലോ രാഘവന്നാരെ അയ്യോ അങ്ങനെ പറയരുത് എന്റെ അനിയൻകുട്ടി വക്കീലായി തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി മേന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ എന്റെ ആണേ 10 പൈസ എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ അല്ല രാഘവന്നാരെ എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ അതോ അതൊക്കെ ഞാൻ തരും എന്റെ കുറി ഇപ്പൊ വട്ടോത്തും ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി ആലോചിക്കാനൊന്നുമില്ല രാഘവൻ നായർ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല അതുകൊണ്ടൊന്നുമല്ല അന്നാമേ എന്തോ ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട് അതിങ്ങ് എടുത്തോണ്ട് വന്നേ എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ 2 കൊല്ലാണ്ട് കഴിയട്ടെ പെങ്ങളും പഠിക്കുന്നില്ലേ ഉവ് ഇതിപ്പോ 2ാം കൊല്ല BA-ക്ക് ഇനിയൊക്കെ അവൻ നോയിക്കോളും ഐ ഒബ്ജക്ട് യുവർ ഓണർ അസലാവുന്നുണ്ട് നാടൻ കളി എനിക്ക് സിബിട്ടിട്ടില്ല. ദേ അവിടെ വല്യേട്ടൻ കുളിച്ച് കുറിയും തൊട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി ഏട്ടനും വരണുണ്ടോ ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഇറങ്ങാൻ പറഞ്ഞു ഏട്ടൻ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന്. ഞാൻ റെഡി ഇത് പിടിച്ചേ എന്താ ഊരിനെ? ഇതൊന്നും ഇടാണ്ടാ പോണേ. പിന്നെ ഈ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ടാ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പോകാൻ പോണത് ആളുകൾ വേതാളെന്ന് വിളിക്കും. ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. പോകുമ്പോ മടക്കി പെട്ടിയിൽ വെച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങണം. എന്നാ വാ വാ.
അവൻ ഇറങ്ങിടാ. ഏട്ടാ, എന്നെ അനുഗ്രഹിക്കണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം, പിന്നെ അമ്മ. എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം.